ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷാംപൂ സാധാരണയായിട്ട് എനിക്കോ എല്ലാവരും മിസ്യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. ഷാംപൂ നമ്മൾ ഇപ്പോൾ മുടിയിൽ സാധാരണ ഷാംപൂ ചെയ്യുന്ന ആഴ്ചയിൽ 2 ദിവസം ധാരാളം മതിയാകും. പക്ഷെ ഒരുപാട് വിയർപ്പും അഴുക്കും ഒക്കെ പറ്റുന്ന സാഹചര്യങ്ങളിൽ 1-2 എങ്കിലും ചെയ്യാം. അപ്പോൾ ഷാംപൂ തന്നെ അതിൻ്റെ വീര്യം വളരെ കൂടിയതും കുറഞ്ഞതും ഉണ്ട്. അപ്പോൾ അത് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ പോയാൽ തന്നെ കാണാം, ഫോർ നോർമൽ ഹെയർ, ഡ്രൈ ഹെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ആ ആൽക്കലിയുടെ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മുടെ മുടിക്ക് അനുസരിച്ചുള്ള ഷാംപൂ തിരഞ്ഞെടുക്കുക. ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ചിലതിൽ ഷാംപൂവിൻ്റെ കൂടെ കണ്ടീഷണർ ഉണ്ടാവും. പക്ഷേ കണ്ടീഷണർ സെപ്പറേറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പ്രത്യേകിച്ച് ഫ്രിസി ആയിട്ടുള്ള അങ്ങനത്തെ ഹെയർ ഉള്ളവർക്ക് കണ്ടീഷണർ നല്ല ഗുണം ചെയ്യും. കാരണം അത് മുടി ഒന്ന് ഒതുങ്ങി കിടക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ തലമുടിയുടെ ഔട്ടർ കവറിങ് ക്യൂട്ടിക്കിളിൻ്റെ ഡാമേജ് വരുമ്പോഴാണ് ഇങ്ങനെ ഫ്രിസി ആയിട്ട് പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ ആ ക്യൂട്ടിക്കിളിനെ ഒന്ന് സോഫ്റ്റ് ആക്കിയാണ് കണ്ടീഷണർ ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ ഡോക്ടർ ലൈവ് ആണ്, പറഞ്ഞോളൂ. മാഡം 2.5 വർഷമായി മുടി കൊഴിച്ചിലുണ്ട്. അങ്ങനെ ഈ സ്കിൻ ഡോക്ടറെ കാണാൻ പോയി. ഗുളികയും അവിടെ മരുന്നൊക്കെ ഒരുപാട് ഉപയോഗിച്ചു. എന്നിട്ടും ഇപ്പോഴും ഒരു മാറ്റമില്ല. മുടി അങ്ങ് തീരെ കൊഴിഞ്ഞു. എത്ര വയസ്സുണ്ട്? 23. ഇപ്പൊ എന്തെങ്കിലും മാരീഡ് ആണോ? മാരീഡ്. കുട്ടികളുണ്ടോ? ഇല്ല. അപ്പൊ അതിനെന്തെങ്കിലും ചികിത്സ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്തെങ്കിലും ഇത് മെൻസസ് സംബന്ധമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളാണോ? അതൊക്കെ നോർമലാ. എല്ലാം നോർമലാണ്. അപ്പൊ ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ അതിന്റെ ഇത് ടെസ്റ്റ് വല്ലതും ചെയ്തോ? തൈറോയിഡിന്റെയോ? ഇല്ല. അപ്പൊ അത് ഒന്നും കൂടെ ചെയ്തു നോക്കുക. തൈറോയിഡിന്റെ പ്രോബ്ലം ഇപ്പൊ ഒരുപാട് സാധാരണമാണത്. പിന്നെ ഹീമോഗ്ലോബിൻ നോക്കണം, ബ്ലഡില് രക്തക്കുറവുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ. പിന്നെ അതുപോലെ ഈ ഇയാൾക്ക് മാനസികമായിട്ട് വല്ല പിരിമുറുക്കങ്ങളോ സ്ട്രെസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ അത് കുറയ്ക്കാൻ നോക്കുക. നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടർ, ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അവൾക്ക് 3 വയസ്സായി. അവൾക്ക് ഈ ജനിച്ചപ്പം തൊട്ടേ ഈ തലയിൽ ഇങ്ങനെ ഒരു താരം പോലെ ഉണ്ടായിരുന്നു. പിന്നെ അത് ആക്ച്വലി മകനും ഉണ്ടായിരുന്നു. പക്ഷെ അവന് ഒരു 6 months ആയപ്പോഴേക്കും അതൊക്കെ പോയി. പിന്നെ നല്ല മുടി വരാൻ തുടങ്ങി. പക്ഷെ മോൾക്ക് നല്ല മുടിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ താരൻ പോലെ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ 3 years ആയി, ഇപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വരുന്നുണ്ടെന്നല്ലേ? അതെ. ഇപ്പൊ എത്ര വയസ്സാ? 3 വയസ്സോ? 3 വയസ്സ്. അത് കുട്ടിക്കാലത്ത് ഉണ്ടാവുന്നത് നമ്മള് താരം എന്ന് പറഞ്ഞാൽ ക്രേഡിൽ ക്യാപ്പ് എന്ന് പറയും. അത് ജനിച്ച ഉടനെ കുറച്ച് നാളത്തേക്ക് ഒരു പൊറ്റ പിടിക്കുന്നത്, അത് എല്ലാ കുട്ടികൾക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് വളരെ കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണ്. അതിനെ ഭയക്കേണ്ട കാര്യമില്ല. അപൂർവം ചിലർക്ക് അത് ഇങ്ങനെ പ്രായമാകുമ്പോഴും ഉണ്ടാവുന്നു. അതിന് കുട്ടിക്ക് വേറെ ഇങ്ങനെ ഈ നിങ്ങൾ താരൻ എന്ന് പറയുന്നത് പറഞ്ഞോളൂ ഡോക്ടർ, പറഞ്ഞോളൂ. താരൻ എന്ന് പറയുന്നത് നമ്മള് എണ്ണമയമുള്ള ഒരു ഗ്രീസി ആയിട്ടുള്ള തിക്കായിട്ടുള്ള പൊറ്റയാണോ അതോ ഒരു ഡ്രൈ പൊടി പോലുള്ള സ്കെയിൽസ് ആണോ എന്ന് നോക്കുക. അപ്പൊ കുഞ്ഞിന്റെ ശരീരത്ത് ഡ്രൈനെസ് ഉണ്ട്. അപ്പൊ ചിലരുടെ സ്കിന്ന് ഡ്രൈ ആയിരിക്കും. അപ്പൊ ആ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഈ തലമുടിയിലും ഇങ്ങനെ പൊടി പോലെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ അതിന് ഇനി കാരണം വല്ലതും ഉണ്ടോ എന്നുള്ളത് അടുത്ത ഡോക്ടറെ കാണുക. നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ ഡോക്ടർ ലൈവ് ആണ്, പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ മരുമോന് വേണ്ടിയിട്ടാണ്. മോന് മുടി തീരെ കുറവാ, നല്ലോണം കൊഴിഞ്ഞു പോയിട്ട്. അപ്പൊ പുള്ളി ദൂരെ പഠിക്കാൻ പോയി വന്ന സമയത്ത് അവിടെ വെള്ളം മാറിയിട്ടാണ് മുടി പോണേന്നാണ് പറഞ്ഞത്. ആൾക്ക് നല്ല ശരീരമുള്ള ടൈപ്പാ. മുടി ഇപ്പൊ എനിക്ക് കഷണ്ടി അല്ല, ഫുള്ളും പോണ പോലെയാണ്, നല്ലോണം ഉള്ളു കൊഴിഞ്ഞിട്ട്. അപ്പൊ മോള് പറയണ മുടിക്ക് ഒട്ടും കരുത്തില്ല, പിടിക്കുമ്പോ തന്നെ ഇങ്ങനെ പോരും. അല്ലേ? അപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ആലുവന്ന്. മോന്റെ മിക്കവാറും എനിക്ക് കേട്ടിടത്തോളം അതൊരു മെയിൽ പാറ്റേൺ ഹെയർ ലോസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് മെയിൽ പാറ്റേൺ ഹെയർ ലോസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഹോർമോൺ ആണ് അതിന് പ്രശ്നം. അപ്പൊ അതിന് ഉള്ള മരുന്നുകളുണ്ട്. അത് ഡോക്ടറെ കാണിച്ചിട്ട് നമുക്കത് പ്രിസ്ക്രൈബ് ചെയ്ത് മേടിക്കുന്നതാണ് നല്ലത്. അതല്ലാതെ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ കൂടെ വേണം. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ എനിക്ക് 20 വയസ്സായി. എന്റെ മുടിയുടെ 2 സൈഡിലും ഇങ്ങനെ കേറി വരുന്നുണ്ട്. മുടിയുടെ
രണ്ട് സൈഡിലും കേറി വരുന്നുണ്ട്. തുടക്കം കഷണ്ടിയുടെ തുടക്കം തോന്നുന്നു. അപ്പൊ ഇനി ഉള്ള മുടി ഇനി പോവാതിരിക്കാൻ എന്താ ചെയ്യാൻ? ഞാനിപ്പോ പല പ്രാവശ്യം പറഞ്ഞു അത് നമ്മൾ നോക്കിയിട്ട് അതിനുള്ള മരുന്ന് ഇപ്പൊ ധാരാളം മരുന്നുകൾ ഉണ്ട്, പുരട്ടാനുള്ളതുണ്ട്, ഗുളികകളുണ്ട്, പിന്നെ അതിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകളുണ്ട്. അത് നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും സ്കിൻ ഡോക്ടറിനെ കാണിച്ചാൽ വിശദമായിട്ട് അത് അവർ പറഞ്ഞു തരും. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മുടി വളരും. ഡോക്ടർ, മുടി ചീകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ മുടി ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ്, നൈലോൺ ബ്രഷുകളൊന്നും ഉപയോഗിക്കരുത്. അതുപോലെ ചീപ്പാണെങ്കിൽ നമ്മൾ അതിൻ്റെ അറ്റം ഉരുണ്ട അറ്റമായിരിക്കണം, കൂർത്ത ഷാർപ്പായിട്ടുള്ളത് ഉപയോഗിക്കരുത്. പിന്നെ പ്ലാസ്റ്റിക് കോംസ് ഉപയോഗിക്കാതിരിക്കണം നല്ലത്. കൂടുതൽ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ഉണ്ടാവും മുടിയിൽ. പിന്നെ എപ്പോഴും അമിതമായിട്ടുള്ള ബ്രഷിങ്ങും കോമ്പിങ്ങും എല്ലാം മുടി പൊട്ടാനും, അതുപോലെ മുടിയുടെ അറ്റത്ത് വെള്ള നിറത്തിൽ ഒരു ട്രൈക്കോറെക്സിസ് നോഡോസ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, അങ്ങനെ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മറ്റൊരു പ്രശ്നമാണ് മുടിയുടെ സ്പ്ലിറ്റ് ആവുന്നത്, തുമ്പത്ത് സ്പ്ലിറ്റ് എൻസ്. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സ്പ്ലിറ്റ് എൻസ് വരുന്നത് കൂടുതലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മുടി അഴിച്ചിട്ട് പോവുക, അപ്പോൾ കാറ്റ് കൊള്ളുക, അതുപോലെ വരണ്ട കാലാവസ്ഥയിൽ, പിന്നെ ഇങ്ങനെ ഒരുപാട് മുടി AC-യിൽ ഇപ്പോൾ കുറേ നേരം ഇരുന്ന് മുടി വരണ്ടു പോകുന്ന ഒരു അവസ്ഥയിലാണത്. പിന്നെ അതുപോലെ നമ്മളല്ലാതെ തന്നെ ഒരുപാട് ഫിസിക്കൽ ദിവസവും ഈ കോമ്പിങ് ബ്രഷിങ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ മുടിയുടെ കുറച്ച് അറ്റം വേറെ ടയർ പോലെ അത് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് മാറ്റണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ മുടിയുടെ സീറം, ഓയില് അങ്ങനെ എന്തെങ്കിലും പരട്ടിയാൽ താൽക്കാലികമായിട്ടൊന്ന്. അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, ഞാൻ മസ്കറ്റിന്ന് വിളിക്കണേ. പറഞ്ഞോളൂ. ഞാൻ എന്റെ മുടിയിലുള്ള വട്ടത്തില് കൊഴിയുന്നു. പറഞ്ഞോളൂ, മരുന്ന് വല്ലതും ചെയ്തോ അതിന്? ഹലോ ഡോക്ടർ, ഞാൻ മസ്കറ്റിന്ന് വിളിക്കണേ. ഞാൻ എന്റെ മുടിയില്ല വട്ടത്തിൽ കൊഴിയുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഡോക്ടറെ കണ്ടിരുന്നു. അപ്പൊ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഈ തലയില് ഇഞ്ചക്ഷൻ ചെയ്തു. അപ്പൊ അത് വല്ല കുഴപ്പമുണ്ടോ? ഇവിടെ എല്ലാവരും അങ്ങനെ ചെയ്യില്ല. അല്ല, അങ്ങനെയല്ല. എന്താന്ന് വെച്ചാല് അത് ഇപ്പൊ ഞാൻ അലോപീഷ്യ ഏരിയേറ്റ എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ പറ്റി പറഞ്ഞു നേരത്തെ. വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നത്, അതിന് നമുക്ക് കുറച്ചൊരു ഓട്ടോ ഇമ്മ്യൂൺ, അതായത് പ്രതിരോധ ശക്തി നമുക്കെതിരായി തിരിയുന്ന ഒരു അവസ്ഥ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിന് നമുക്ക് മരുന്നുകളുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ആരംഭത്തിലാണെങ്കിൽ പുരട്ടുന്ന മരുന്നുകൊണ്ട് ധാരാളം അത് മിക്കവാറും അത് ശരിയായി തീരാറുണ്ട്. പക്ഷെ ഇത് ഈ ഇപ്പൊ പറഞ്ഞ ഇഞ്ചക്ഷൻ മിക്കവാറും സ്റ്റിറോയിഡ് ആയിരിക്കും. അത് ഇൻട്രലേഷണൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഒരു ചികിത്സാ രീതി തന്നെയാണ്. അതിനെ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. പണ്ട് കൂടുതൽ ഇതിനെയാണ് ആശ്രയിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ ഇൻട്രലേഷണൽ സ്റ്റിറോയിഡ്സ് ഇഞ്ചക്ട് ചെയ്യുന്ന രീതി കുറച്ച് കുറവാണ്. അതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ചിലപ്പോൾ കൂടുതൽ അമിതമായിട്ട് കുത്തിവെച്ചാലൊക്കെ അതിന്റെ സ്കിന്നിന് കേടുപാട് വരാം എന്നുള്ളതേ ഉള്ളൂ. ഡോക്ടർ, വളരെ നന്ദി ഇവിടെ വന്നതിനും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിനും. ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഉച്ചയ്ക്ക് 2:30. നമസ്കാരം.